പൂച്ചകളെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പരാത രോഗമാണ് ടോക്സോപ്ലാസ്മോസിസ്. പരാത രോഗം എന്നതിലുപരി ഇതൊരു ജന്തുജന്യ രോഗമായതുകൊണ്ടാണ്, അതായത് പൂച്ചകളിൽ നിന്നും മനുഷ്യരിലേക്ക് വരാൻ സാധ്യതയുള്ള അസുഖമായതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ഈ അസുഖത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ അസുഖം എന്താണെന്നും ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിത്തുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസ്. ടോക്സോപ്ലാസ്മോസിസ് എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ടോക്സോപ്ലാസ്മ ഗോണ്ടേ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ, അതായത് അതിസൂക്ഷ്മ ഏകകോശ ജീവികളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ജന്തുലോകത്ത് തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരാതമാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടേ. കാരണം ഈ അസുഖം അല്ലെങ്കിൽ ഈ പരാതം ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളെയും എഫക്റ്റ് ചെയ്യും എന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പേര് അധികം കേൾക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ അസുഖത്തിനെ പൂച്ചയായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അസുഖത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതിന് പ്രകടമായ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് പൂച്ചകളായിട്ട് ഈ അസുഖത്തിനെ ബന്ധിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, പൂച്ചകൾ മാത്രമാണ് ഈ അസുഖത്തിൻ്റെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരാതത്തിന് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പൂച്ചകളിൽ മാത്രമാണ് പറ്റുള്ളൂ. ഇവരുടെ ലൈഫ് സൈക്കിൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. ഊസിസ്റ്റ് എന്ന് പറയുന്ന മുട്ടകളും പിന്നെ പ്രോട്ടോസോവ ഇവരുടെ അഡൾട്ട് ആയിട്ടുള്ള രൂപമാണ്. സോ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. പൂച്ചകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൂച്ച കുടുംബത്തിൽ പെടുന്ന എല്ലാവരുമാണ്. അതായത് ഇതിൽ പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാവും, കടുവ, അങ്ങനെ എല്ലാവരും. ഇനി പൂച്ചയിലും പൂച്ച കുടുംബത്തിലും കയറിയാൽ തന്നെ ഇങ്ങനെ മുട്ടകളൊക്കെ ഉണ്ടാക്കി അവരുടെ വരും തലമുറയിൽ പുറത്തേക്ക് വിടാൻ പറ്റുന്നത് വെറും 2 ആഴ്ചയാണ്. ഈ 2 ആഴ്ചയിൽ തന്നെ ഈ മൃഗങ്ങളുടെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശക്തി ഈ പരാതങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവും. മറ്റു ജീവികളിലും ഈ പരാതം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കാരണം ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒന്നും തന്നെ ഈ പരാതത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റില്ല. ഇവർ സിസ്റ്റുകളുടെ രൂപത്തിൽ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റുകളാണ്. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴും അങ്ങനെയൊന്നും കാണപ്പെടുന്ന സിസ്റ്റുകളൊന്നും അല്ല. സിസ്റ്റുകളുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് ഒളിച്ചിരിക്കും. പക്ഷെ ഒരു കണക്കിന് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഈ പരാതം നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പരാതത്തിൻ്റെ അറ്റാക്ക് പുറത്തു നിന്ന് പിന്നെ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിസ്റ്റുകളെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല, അൺലെസ് ഈ സിസ്റ്റുകൾ ബ്രെയിനിലല്ല രൂപപ്പെടുന്നതെങ്കിൽ. അതുകൊണ്ടാണ് ഈ പരാതം കാരണം ഒരു ജീവികളിലും ലക്ഷണങ്ങളൊന്നും കാണാത്തത്. ഒരു ജന്തുജന്യ രോഗമായിട്ട് കൂടി ടോക്സോപ്ലാസ്മ കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു മൃഗങ്ങളും തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ സത്യം പറയാച്ചാൽ എത്താറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ അസുഖത്തിനെ എല്ലാവരും പേടിക്കണത്? അതിൻ്റെ കാരണം ഈ അസുഖം പിടിപെടുന്ന സമയത്ത് മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം മനുഷ്യരിൽ ഉണ്ടാകുന്ന അബോർഷൻ കാരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 2 ആഴ്ച കൊണ്ടാണ് ഇവർ മാക്സിമം പ്രജനനം നടത്തുക. കാഷ്ടം വഴി മണ്ണിലെത്തുന്ന ഈ മുട്ടകൾ അല്ലെങ്കിൽ ഊസിസ്റ്റുകൾ മനുഷ്യരിലേക്ക് പ്രധാനമായും വായ വഴിയാണ് എത്തുന്നത്. ഈ ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് വെച്ചാലും മിക്ക പരാതങ്ങളും മനുഷ്യരിലേക്ക് എത്തുന്നത് ഈ വഴി തന്നെയാണ്. അത്യാവശ്യം പ്രതിരോധമുള്ള ഒരാളാണെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ അസുഖമുള്ളവർ, വയസ്സായവർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അസുഖത്തിൻ്റെ ഏറ്റവും മാരകമായ എഫക്റ്റ് ഗർഭിണികളിലാണ്. അബോർഷൻ ആവാൻ, കുഞ്ഞ് മരണപ്പെടാൻ, ഇനി ജനിച്ച കുഞ്ഞിന് ഹൈഡ്രോസെഫാലസ് മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനൊക്കെ ഈ പരാതം കാരണമാവാറുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ പൂച്ചകളായിട്ട് ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് പ്രധാന കാരണം. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ലക്ഷണങ്ങൾ കണ്ടിട്ട് ഒരിക്കലും ഈ അസുഖം സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ നിർണ്ണയിക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. പൂച്ചകളിലാണ് എന്തെങ്കിലും ലക്ഷണം കാണിക്കുക, അത് തന്നെ ചിലപ്പോൾ ഛർദി, പനി എന്നിങ്ങനെ ചെറിയ അസുഖങ്ങളാണ്. അത് നമുക്ക് ഒരിക്കലും ഒരു കൺക്ലൂസീവായിട്ട് ടോക്സോപ്ലാസ്മ കാരണമുണ്ടായ ലക്ഷണങ്ങളാണെന്ന് പറയാനും കഴിയില്ല. ഈ 2 ആഴ്ച കൊണ്ട് പൂച്ചകളിൽ പ്രതിരോധം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ച മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മരുന്ന് ഇവർക്ക് കൊടുക്കാനും കഴിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം മിക്കപ്പോഴും ആവാറില്ല. ഇനി ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വസിക്കാവുന്ന ഒരു കാര്യം ബ്ലഡ് ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ്.
പ്രസവത്തിന് മുന്നേ 3-4 മാസങ്ങളിൽ ടോർച്ച് എന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുകയാണ് വെച്ചാൽ ഈ അസുഖം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ടോർച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ടോക്സോപ്ലാസ്മ, റുബെല്ല, സൈറ്റോമെഗലോ വൈറസ്, HIV, ഹെപ്പറ്റൈറ്റിസ് ഈ അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇനി ഓൾറെഡി നിങ്ങൾ ടോർച്ച് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ടോക്സോപ്ലാസ്മ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ അസുഖം നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിരോധം നിങ്ങളുടെ ശരീരം തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ പ്രിവലൻസ് ശരിക്കും നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരിക്കുമെന്നാണ് ഞാനും കരുതിയിരുന്നത്. പുറം രാജ്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അസുഖത്തിന് കാണുന്നത്. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 90% ആളുകളും ഈ അസുഖത്തിന് സെറോ പോസിറ്റീവ് ആണ്. ബ്രിട്ടനിലാണെങ്കിൽ ഇത് 80%, US-ലാണെങ്കിൽ ഇത് 60%. സോ ഇതൊക്കെ കണ്ടപ്പോൾ ഇന്ത്യയിൽ ഇത് എത്ര ശതമാനമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില റിസർച്ച് പേപ്പറിലൂടെ പോയത്. പക്ഷെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും ഇതിന് സീറോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. ഒരുപാട് പഠനങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള ഒരു പഠനത്തിൽ 200 പേരിൽ 68 പേര് സീറോ പോസിറ്റീവ് ആണ്. ഈ സീറോ പോസിറ്റീവ് ആയതുകൊണ്ട് സത്യം പറയാച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കണക്കിന് നമ്മൾ ഈ അസുഖത്തിനെതിരെ വാക്സിൻ എടുത്ത പോലെ സുരക്ഷിതരാണ്. പക്ഷെ എങ്കിലും ഈ അസുഖം നമ്മുടെ നാട്ടിലും കുറവല്ല എന്നാണ് ഞാൻ ഇതുവഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അസുഖത്തിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ്. ഇതിൽ ആദ്യത്തേത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഗർഭിണികൾ ഒരിക്കലും പൂച്ചകളായി ഇടപഴകരുത് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കൂടുതൽ ധൈര്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടോർച്ച് ടെസ്റ്റ് എടുക്കുക തന്നെയാണ് നല്ല ഓപ്ഷൻ. പിന്നെ പൂച്ചയുടെ ഒരു ലൈഫ് സൈക്കിളിൽ തന്നെ വെറും 2 ആഴ്ച മാത്രമാണ് ഈ അസുഖം മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളൂ. സോ ഇത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു അസുഖമാണ്. നിങ്ങൾ സീറോ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറയാച്ചാൽ പുറം രാജ്യങ്ങളിൽ പൂച്ചയുടെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പൂച്ചയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് സീറോ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ആ പൂച്ച ഇൻഫെക്റ്റഡ് ആണ്. ആ പൂച്ച ഇനി ഒരിക്കലും തന്നെ ഈ ടോക്സോപ്ലാസ്മ പടർത്താൻ സാധ്യതയില്ല. ഇനി പൂച്ച ഇങ്ങനെ ഡിസെമിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ തന്നെ, അതായത് ടോക്സോപ്ലാസ്മ ബാധിച്ചുള്ള ആ 2 ആഴ്ചയിലാണെങ്കിൽ തന്നെ പൊതുവെ വൃത്തിയുള്ള ജീവിയാണ് പൂച്ച. അതുകൊണ്ട് അവരുടെ രോമങ്ങളിൽ പോലും ഇതിൻ്റെ ഊസിസ്റ്റ് ഒന്നും കാണാനുള്ള സാധ്യത കുറവാണ്. ഇനി ഈ രോഗം കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾ ലിറ്റർ ബോക്സ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. അത് കഴിയുന്നതും ഗർഭിണിയായിരിക്കുന്ന സമയങ്ങളിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. പൂച്ചകളിൽ ഈ 2 ആഴ്ച മാത്രമാണ് ഈ അസുഖം വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനേക്കാട്ടും കൂടുതൽ സാധ്യത നിങ്ങൾ കഴുകാത്ത പച്ചക്കറി കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡനിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേവാത്ത മാംസം കഴിക്കുമ്പോഴും ഉണ്ട്. വേവാത്ത മാംസം കഴിക്കുമ്പോൾ നമുക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത എന്തായാലും സൗത്ത് ഇന്ത്യയിൽ കുറവായിരിക്കും. എങ്കിലും അതൊരു പോസിബിലിറ്റിയാണ്. സോ പൂച്ചയിൽ നിന്ന് ഈ അസുഖം മനുഷ്യരിലേക്ക് വരുന്നതിനെക്കാട്ടും കൂടുതൽ മണ്ണിൽ നിന്നാണ് ഈ അസുഖം മനുഷ്യരിലേക്ക് വരാനുള്ള കൂടുതൽ സാധ്യത. ഗാർഡനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി കൈ കഴുകിയതിന് മാത്രം ഭക്ഷണം കഴിക്കുക. നഖം, മുറിവ് ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അസുഖത്തിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ ഈ അസുഖത്തിനെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാമെന്ന് കരുതി ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കാണാൻ സാധ്യതയുള്ള ഹെഡ്ലൈൻ എന്ന് പറഞ്ഞത് ടോക്സോപ്ലാസ്മ ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ് എന്നുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരാതമാണല്ലോ ടോക്സോപ്ലാസ്മ. അതും അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവർക്ക് പൂച്ചകളിലേക്ക് എത്തുകയും വേണം. അതുകൊണ്ട് തന്നെ എലികളുടെ ശരീരത്തിൽ ഈ പാരസൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പഠനങ്ങൾ പറയുന്നത് പൂച്ചകളോടുള്ള പേടി അവർക്ക് കുറയുന്നു എന്നതാണ്. അതായത് സാധാരണഗതിയിൽ മൃഗങ്ങളിൽ കാഴ്ചയിനെക്കാട്ടും കൂടുതൽ മണത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ മണം അല്ലെങ്കിൽ പൂച്ചയുടെ യൂറിൻ്റെ മണം ഒക്കെയുള്ള സ്ഥലങ്ങളിൽ എലികൾ അധികം കാണപ്പെടാറില്ല. പക്ഷെ ഈ അസുഖം ബാധിച്ച എലികൾക്ക് ഈ മണങ്ങളോടുള്ള പേടി മാറി ഒരു ഫെറമോണൽ, അതായത് ഒരു അട്രാക്ഷൻ ആണ് ഉണ്ടാവാൻ തുടങ്ങുന്നത് എന്നാണ് റിസർച്ചുകൾ കാണിക്കുന്നത്. ഇതിനർത്ഥം എത്രയും പെട്ടെന്ന് ഈ പാരസൈറ്റിന് പൂച്ചകളിലേക്ക് എത്താൻ വേണ്ടി എലികൾക്ക് പൂച്ചകളോടുള്ള പേടി മാറിയിട്ടുണ്ടെങ്കിൽ പൂച്ചകൾ പെട്ടെന്ന് തന്നെ ഈ എലിയെ പിടിച്ച് തിന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ജീവികൾക്ക്, ഈ പരാതങ്ങൾക്ക് പൂച്ചകളിലേക്ക് എത്താം. അതിനു വേണ്ടിയിട്ട് ഇവരെ എലികളുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നു. ഇതിന് ബിഹേവിയറൽ മാനിപ്പുലേഷൻ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ആദ്യം ഇത് ലാബ് റാറ്റ്സിലാണ് പരീക്ഷിച്ചതെങ്കിൽ പിന്നെ വൈൽഡ് ആനിമൽസിലും അല്ലെങ്കിൽ വൈൽഡ് റാറ്റ്സിലും അതുപോലുള്ള മൃഗങ്ങളിലും ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഇതുവഴി ചിമ്പാൻസിക്ക്
പുള്ളിപ്പുലിയുടെ യൂറിനോടുള്ള പേടിയും ഹൈന കബ്സ് അതായത് കഴുതപ്പുലികളുടെ കുട്ടികൾക്ക് സിംഹത്തിൻ്റെ യൂറിനോടുള്ള പേടിയും പോകുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സോ മനുഷ്യരുടെ ബ്രെയിനിനെയും ഈ പരാഗത്തിന് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണം. ടോക്സോപ്ലാസ്മ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ കാർ ആക്സിഡൻറ്റുകളിൽ പെടാനുള്ള സാധ്യത ഏകദേശം 2 ഇരട്ടിയാണ് ടോക്സോപ്ലാസ്മ ഇൻഫെക്റ്റ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച്. പിന്നെ ഇവരിലെ സൂയിസൈഡൽ ടെൻഡൻസി, ഡിപ്രഷൻ, ഷീസോഫ്രീനിയ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതുകൊണ്ട് ഇതാണോ ഇതുകൊണ്ട് അതാണോ ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാൾ, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാൾ, ഷീസോഫ്രീനിക് ആയിട്ടുള്ള ഒരാൾ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഈ ആളുകൾ അവരുടെ പേഴ്സണൽ ഹൈജീനിലും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന സാധനങ്ങളിലും കെയർലെസ് ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ടോക്സോപ്ലാസ്മ ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ ആവുന്നതാണോ അതോ ഇങ്ങനെ ആയതുകൊണ്ട് ടോക്സോപ്ലാസ്മ ഇൻഫെക്ഷന് കൂടുതൽ ചാൻസ് ഉള്ളതാണോ എന്നുള്ളത് കൃത്യമായി പറയാൻ ഇതുവരെയായിട്ടും ഒരു റിസർച്ചിന് കഴിഞ്ഞിട്ടില്ല. സോ തൽക്കാലത്തേക്ക് ആൻസർ നോ എന്ന് തന്നെയാണ്. പക്ഷെ പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു സോംബി പാരസൈറ്റ് ആവാൻ ടോക്സോപ്ലാസ്മയ്ക്ക് പറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കലും ഗർഭിണിയായിട്ടുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഈ അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ പൂച്ചേനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് മാത്രം പൂച്ചേനെ വളർത്തുന്നത് നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള പൂച്ച സ്നേഹികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.